നല്ല ഭയങ്കര രസമായിരുന്നു. എന്നാലും നമുക്ക് ഇന്നത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യാം. ഓഡിയൻസ് വെയിറ്റ് ചെയ്യാണ്, ഞങ്ങളും വെയിറ്റ് ചെയ്യണം. എൻ്റെ പേര് രാജേഷാണ്. ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് കന്യാകുമാരി ജില്ലയിലാണ് വരുന്നത്. മാർത്താണ്ഡത്തിൽ നിന്ന് തൊട്ടടുത്ത ഉദച്ചുകോട്ട എന്നുള്ള സ്ഥലത്തിലാണ് വരുന്നത്. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ 2 പല്ലിൽ കെട്ടി ഈ കങ്കൂസ് നൂല് വെച്ച് ബുള്ളറ്റിനെ ഇളക്കാൻ പോകുന്നു. അതിൻ്റെ മുകളിൽ 100 കിലോ വെയിറ്റുള്ള 2 ആൾക്കാരെ ഇരുത്തിയാണ് ഞാൻ വലിക്കാൻ പോകുന്നത്. ബുള്ളറ്റ് ഇളക്കുന്നത് ഞാൻ വളരെ ഈസി എന്നാണ് വിചാരിച്ചത്. ഞാൻ 500 മീറ്റർ ദൂരം ഇളുത്തിട്ടില്ല. ഇവിടെയാണ് ആദ്യമായിട്ട് ഇളുക്കുന്നത്. അതുമാത്രമല്ല, അതിനെക്കാട്ടിൽ 2 പേര് വെയിറ്റുള്ള ആൾക്കാരെ വെച്ച് ഇളുക്കുന്നത് അതിനെക്കാട്ടിൽ കഷ്ടമായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സ്പീഡ് ബ്രേക്കറുണ്ട്, അതിലൊക്കെ ചെറിയ സ്ലിപ്പായിട്ട് എളിച്ച് നന്നായിട്ട് ചെയ്ത്. ഇനി ഫ്ലോറിൽ കാണാം, ജഡ്ജാണ് തീരുമാനിക്കേണ്ടത്. ഈ പല്ല് കണ്ടാൽ എന്തെങ്കിലും തോന്നുമോ? ഒന്ന് ചിരിച്ചേ, കണ്ട എന്തെങ്കിലും തോന്നുമോ?
ഈ പല്ല് കൊണ്ടാണ് അത്രയും വലിയ ബുള്ളറ്റും അതിന് പുറത്ത് 2 മല്ലന്മാരായ മനുഷ്യനെയും വെച്ച് വലിച്ചുകൊണ്ട് പോയത്. 1-2 മീറ്റർ അല്ല, 500 മീറ്റർ, അതായത് 1/2 കിലോമീറ്ററാണ് ഇദ്ദേഹം വലിച്ചുകൊണ്ട് പോയത്. എങ്ങനെ ഉണ്ടായിരുന്നു ചെയ്തപ്പോ? ഞാൻ പ്രാക്ടീസ് ചെയ്തത് സ്പ്ലെൻഡർ ബൈക്കിലാണ് പ്രാക്ടീസ് ചെയ്തത്. ഇത് ഈ ബുള്ളറ്റ് ആയതുകൊണ്ട് ഇപ്പൊ വലിക്കുന്ന സമയത്തിൽ വരത്തില്ല, നമ്മൾ വെറുതെ ഉരുട്ടിയാലും സ്പീഡായിട്ട് വരത്തില്ല. സ്പ്ലെൻഡർ ബൈക്കാണ് ലൈറ്റ് ആയിട്ട് ഉരുട്ടിയാലും വരും. ഇവിടെ ഉഗ്രം ഉജ്ജ്വല എന്ന് പറയുമ്പോ എന്തും ചെയ്യാന്നുള്ള ഒരു എനർജി അല്ല, വെറി. ആ വെറിയാണ് അദ്ദേഹത്തെ കൊണ്ട് ബുള്ളറ്റും അതിന് പുറത്ത് 2 മല്ലന്മാരെയും കയറ്റി 1/2 കിലോമീറ്ററോളം നടത്തിക്കൊണ്ട് പോയത്, വലിച്ചുകൊണ്ട് പോയത്. ആൻഡ് ഓൾസോ ശ്രുതി വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഇദ്ദേഹം പറഞ്ഞു ചെയ്തപ്പോൾ വളരെ കഷ്ടമായിരുന്നിച്ചെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയായിരുന്നു ജഡ്ജസിന്റെ ഭാഗത്തേക്ക് ഇത് പാത്തപ്പോത് ரொம்ப കഷ്ടമായിരുന്നിച്ച്. നിജമാവേ സത്യമായിട്ടും എന്തോ പോലെ തോന്നി കാണുമ്പോഴേ. ഒരു വല്ലാത്ത വേദനിക്കുന്ന പോലെ തോന്നി. ഒരു ശ്വാസം മുട്ടലൊക്കെ ഫീൽ ചെയ്തു. ഇതെങ്ങനെയെന്നുള്ള ഒരു ഇത്. പക്ഷെ അമേസിങ്, വിശ്വസിക്കാൻ അങ്ങോട്ട് പറയാൻ വാക്കുകളില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിപ്പോയി. வெரி குட் ராஜேஷ். நீங்க சொன்ன அந்த வெறின்ற வார்த்தை நிஜமாவே கரெக்ட், வெறி தான். രാജേഷ് നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഒരു ബുള്ളറ്റ് സാധാരണ ഒന്ന് സ്റ്റാൻഡിൽ നിന്ന് ഇറക്കി ഉരുട്ടുന്നത് തന്നെ പരിപാടിയാണ് അത്. പക്ഷേ അത് നങ്കീസ്, വാട്ട് ഇസ് ദാറ്റ് ആക്ച്വലി? കങ്കൂസ് ആണ്. ഈ മീനൊക്കെ കടലിൽ മീനൊക്കെ അതാണ് ചൂണ്ടയിടുന്ന സാധനം. ബട്ട് തിക്ക് വൺ അല്ലേ? പക്ഷേ അപകടമൊന്നുമില്ലല്ലോ അല്ലേ? പല്ലിന് വേദന ഉണ്ടാവും? വേദന ഉണ്ടാവും. ഇങ്ങനെ ഈ സെക്ഷനാണ് വേദന ഉണ്ടാവും. അതെ, പക്ഷെ എന്തായാലും അതിഗംഭീരായിരുന്നു. നിങ്ങളുടെ സാഹസികത നമ്മളെല്ലാ വിധത്തിലും അപ്രിസിയേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ എന്നും പറയുന്ന പോലെ അവനവൻ്റെ ആരോഗ്യം തീർച്ചയായിട്ടും നോക്കണം. രാജേഷിനെ പറഞ്ഞു ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ അത് നിങ്ങൾക്കുള്ള ആ ഒരു സ്പിരിറ്റ്, ആ ഈശ്വരാനുഗ്രഹം, അതുപോലെ ഈ വേദി, അത് തന്നെ വലിയൊരു ഇൻസ്പയറിങ് ഫാക്ടറാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്തു. ആ ഒരു വിശ്വാസമാണ് ഇന്ന് നിങ്ങളെ ഈ ഒരു ആക്ട് അനായാസമായിട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. മൈ ഗോഡ്, உங்க டென்டிஸ்ட் யார் சார்? அப்படி ஏதாவது இருக்கா? டென்டிஸ்ட்ங்கிற ஒருத்தர் யாராவது பெரிய மனுஷன் இருக்கிறாரா? அப்படி யாரும் கிடையாது. ஒன்றும் இல்லை. இல்லை, நான் வந்து கை வச்சாണ് പല്ല് തേക്കുന്നത്. അതുകൊണ്ടാണ് സ്ട്രോങ് ആക്കി. ഊന്നിന് സ്ട്രോങ് ആക്കിയാൽ മതി. பல்லுங்கிறது பயங்கர சென்சிட்டிவான ஒரு விஷயம். நம்ம பாடியில எந்த வேதனையும் தாங்கலாம், ஆனா இந்த பல்வலி வந்தா உயிரே போயிடும்னு சொல்லுவாங்க இல்லையா? ஃபுல் பயங்கர கஷ்டமான ஒரு விஷயம். ஆனா நீங்க அது சர்வசாதாரணமா பண்றீங்களே சார். ஐயோ, என்ன சார் இது? അപ്പൊ ഇനി ഇത് നമ്മളെടുത്ത് കേരളത്തിനെടുത്തു, ഈ സാധനത്തിന് ഇദ്ദേഹത്തെ നമ്മൾ കേരളത്തിലേക്ക് എടുത്തു. ഇനി ഞങ്ങൾക്കറിയണം കേരളം ദത്തെടുത്തിരിക്കുന്ന രാജേഷ് മാർത്താണ്ഡത്തിന് കിട്ടുന്ന ഗോങ് ഏതാണെന്ന്. എന്ത് ഗോങ് വേണോ സാർക്ക്? എനിക്ക് ഇതിനു മുമ്പ് കിട്ടിയത് ഉഗ്രമാണ് കിട്ടിയത്. ഇനി അത്യുജലം കിട്ടിയാൽ அந்த பல்லுக்கு ஒரு சந்தோஷம் வரும். എന്നിട്ട് പ്രോപ്പർലി സ്മൈൽ ചെയ്യും. ശരി, ഓക്കെ, കൊടുക്കാം. അത്യുഗ്രം, അത്യുജലം. സന്തോഷമായോ? ഒരുപാട് സന്തോഷമായോ? ഒരുപാട് സന്തോഷമായി. അപ്പൊ ഇനിയും വന്ന് ഇതുപോലെ അത്യുഗ്രം അത്യുജലം വാങ്ങുക. പല്ലിന്റെ ബലം പോലെ തന്നെ ശരീരം മൊത്തം ബലം കേരളത്തിലുള്ള ആളുകളെ കാണിക്കുക കേട്ടോ. താങ്ക് യു സോ മച്ച്.